സാമൂഹികമായും അക്കാദമികമായും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി പഠന പിന്തുണ സംവിധാനം ഒരുക്കുന്നതിനായി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതലത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയായ തെളിമയുടെ ജില്ലാതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹികമായും അക്കാദമികമായും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കായി പഠന പിന്തുണ സംവിധാനം ഒരുക്കുന്നതിനു വേണ്ടി ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം സംസ്ഥാനതലത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് തെളിമ. വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഠന കേന്ദ്രങ്ങൾ, എല്ലാ വിഷയങ്ങൾക്കും ലളിതമായ പഠന സഹായികൾ, പരീക്ഷാ തയ്യാറെടുപ്പ് സെമിനാറുകൾ എന്നിവ ജില്ലാതലത്തിൽ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. തെളിമ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. എൻജോയ് യുവർ എക്സാം പരീക്ഷാ തയ്യാറെടുപ്പ് ശില്പശാല NSS സംസ്ഥാന റിസോഴ്സ് ഗ്രൂപ്പ് അംഗം തോമസ് സക്രിയ നയിച്ചു. നമ്മളുടെ എക്സാം അടുത്തു വരുന്നു, ഫൈനൽ എക്സാം ആണ്. നമ്മൾ 10ാം ക്ലാസ്സിലായിരുന്ന സമയത്ത് നമ്മളുടെ പേരൻസ്, ടീച്ചേഴ്സ് ഒക്കെ നമ്മളോട് പറഞ്ഞു 10ാം ക്ലാസ് ജീവിതത്തിലെ ഏതാണ്ട് ഭയങ്കര ഒരു ടേണിംഗ് അല്ലേ. നമുക്ക് മനസ്സിലായി അല്ലേ, വെറുതെ നമ്മളെ ഇങ്ങനെ പെരുപ്പിച്ചതാണെന്ന് മനസ്സിലായി. ശരിയാണോ തെറ്റാണോ അല്ലേ? തോൽക്കാൻ പിന്നെയും ചന്തുവിന്റെ ജന്മം ആണോ? ഒരിക്കലും അല്ല. ഇപ്പൊ 12th വരുമ്പോഴും ലൈഫിൽ നിങ്ങൾ നന്നായി ഓർക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും വാട്ട് ഈസ് നെക്സ്റ്റ് സ്റ്റേജ്, നിങ്ങളുടെ അടുത്ത പടി എങ്ങനെ ആയിരിക്കണം, ജീവിതത്തിൽ മുന്നോട്ടുള്ള വളർച്ചയിൽ അടുത്ത നീക്കം എങ്ങനെ എത്രമാത്രം ശക്തമായിരിക്കണം എന്ന് തിരിച്ചറിയാൻ ഒരു അവസരം, എന്തുവരെ പഠിച്ചു എന്ന്, ഇനി എന്താണ് കൃത്യമായി പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടി ലഭിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. പരീക്ഷയെ ഭയക്കേണ്ടതില്ല, പരീക്ഷയെ ഇഷ്ടപ്പെട്ട്. മക്കളെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ആ ചോദ്യത്തിലേക്ക് ഒരു ഉത്തരം കിട്ടണം. ഇഷ്ടപ്പെട്ട് ജീവിക്കണോ കഷ്ടപ്പെട്ട് ജീവിക്കണോ? ഹലോ, ഒരു ഹായ്. ഹലോ ഹലോ, ഇഷ്ടപ്പെട്ട് ജീവിക്കണോ കഷ്ടപ്പെട്ട് ജീവിക്കണോ? ഇഷ്ടപ്പെട്ടാണല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതണോ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതണോ? അല്ലേ, ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതണം. അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ പേടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ സെഷൻ നേരത്തെ ചെയ്തത്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല, നമ്മൾ പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ കഴിയണം, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങി. മക്കളെ, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുകളെ നനയിക്കാൻ പറ്റും. അത് ഞങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ആണോ ആണോ? അപ്പോ അങ്ങനെ മാതാപിതാക്കളുടെ കണ്ണുകളെ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ കണ്ണുനീര് കൊണ്ട്, അഭിമാനത്തിന്റെ കണ്ണുനീര് കൊണ്ട്, അവരുടെ ജീവിതം ധന്യമായതിന്റെ കണ്ണുനീര് കൊണ്ട് നിങ്ങൾക്ക് നനയ്ക്കാൻ കഴിയും. എപ്പോ? നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ. അപ്പൊ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന, ഇതുവരെയും ഒരു പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പേ, അമ്മേ, അച്ഛ, അമ്മേ, ഉപ്പ, ഉമ്മ, എങ്ങനെയാ നിങ്ങൾ വിളിക്കുന്നത്? നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ, നല്ലത് വിളിക്കാവൂ.